ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഒരു ചോറ് ഉപയോഗിച്ച് ഒരു പൊറാട്ടനങ്ങൾ ടേസ്റ്റുള്ള റൊട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് ചോറിലേക്ക് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് കേട്ടോ. അതിലേക്ക് ചോറിലേക്ക് ഞാനൊരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചോറ് മാത്രം, ഈ അടിച്ച ചോറ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ, വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമൊന്നും ഇതിലില്ല. അപ്പോൾ അങ്ങനെ അത് ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ക്ലിപ്പ് ഇതിൻ്റെ ഒന്ന് മിസ്സായതാണ്. നല്ലോണം കുഴച്ച് കുറച്ച് പകുതിയിലേറും കുഴഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്നും കൂടെ നല്ലോണം കുഴച്ചെടുക്കാണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതി. അല്പം കുറച്ചൊന്നൊരു സോഫ്റ്റിന് വേണ്ടിയിട്ട് ആക്കുകയാണ്. ഈ ചോറ് കൂട്ടിയാൽ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ നല്ല കുഴച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ 20 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത് ബോൾസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ ബോൾസിനേക്കാളും വലുപ്പത്തിലുള്ള ബോൾസാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒന്ന് പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കി സക്സസ് ആയതാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഇറച്ചിക്കറി, ചിക്കന്, ബീഫിൽ ഇതിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ പരത്തിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് മടക്കുകയാണ്. ഈ മടക്കലും അതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓയിലും പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെയറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഒട്ടൂലല്ലോ അതുണ്ടാകുമ്പോൾ. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. അപ്പം നല്ല ഇതളതളായി നിൽക്കുക. ആ മടക്കിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ മടക്കിയെടുത്തത്. ഇനി ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ പരത്തുകയാണ്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പരത്തി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇത് പരത്തിയെടുക്കാൻ കേട്ടോ. നല്ല കട്ടിയും വേണ്ട, പക്ഷെ നല്ല തിന്നാവും ചെയ്യരുത്. ആ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ ചുടുന്നതിന് മുമ്പ് തന്നെ കുറച്ചൊന്ന് ഓയിൽ ഇതേമാതിരി പാനിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പരത്തി വെച്ച റൊട്ടിയിലേക്ക് ഇടുകയാണ്. അപ്പം ഇനി മറിച്ചിടുന്നതിന് മുമ്പായി ഞാൻ മോൾ ഭാഗത്തും കുറച്ചും കൂടെ ഓയിൽ ഇതേമാതിരി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി നല്ല ഇതാവുന്നതിന് മുന്നേ നമ്മളിങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, നല്ല വേവാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത മറിച്ചതിന് മുന്നേ ഇതേപോലെ കുറച്ചും കൂടെ ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഇന്ന് ഇതിലേക്ക് ഉണ്ടാക്കിയ കറി, വീഡിയോ എടുക്കാമെന്ന് ഉണ്ടാക്കുന്ന കറി മീൻ കറിയാണ് കേട്ടോ. ബീഫും ചിക്കനൊന്നും കൊണ്ടുവന്നതില്ല. ഇനി മീൻ ഉണ്ടായപ്പോൾ മീൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബീഫിലും ചിക്കനിലൊക്കെ ഇത് നോക്കിയതാണ്, ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതുപോലെ ചെറുപയർ തേങ്ങ അരച്ച് വെച്ച കറിയിലേക്കും ഇത് നോക്കിക്കണ്. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി മീൻ കറിയും കൂടെ ചെയ്യാണ്ട്. കുഴപ്പമില്ല കേട്ടോ, മീൻ കറി കൂട്ടി കഴിച്ചിട്ടൊന്നും കുഴപ്പമില്ല.
അതുപോലെ എല്ലാം ഇതേമാതിരി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ എൻ്റെ ആങ്ങളുടെ മക്കൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു, അവർ നിൽക്കാൻ വന്ന ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയ മോൾക്ക് ഞാൻ കൊടുത്തപ്പോൾ മോള് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ്, പൊറോട്ട ഒക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത്ര ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയാൽ തന്നെ എടുക്കുകയാണെങ്കിലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നിൽക്കും, ഒന്നും ഹാർഡാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ പുള്ളി ഇത് ഞാൻ പൊടിച്ച് നോക്കുകയാണ്. ഇതാണ്ടെന്ന് ഉണ്ടാക്കിയ മീൻകറി. നമ്മൾ കഴിച്ചപ്പോൾ എന്നോട് പറയണ ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയുള്ളൊക്കെ വീഡിയോ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.